Celebrating 50 years. Majestic Jewelers. നിപ്പ സമ്പർക്ക പട്ടികയിൽ മലപ്പുറത്ത് നിന്ന് 8 പേർ. ചൊവ്വാഴ്ച രാത്രി വരെ നിപ്പ സമ്പർക്ക പട്ടികയിലുള്ളത് 257 പേരാണ്. 51 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ആരുടെയും രോഗലക്ഷണങ്ങൾ ഗുരുതരമല്ലെന്നും അതിനാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. കോഴിക്കോട് നിപ ബാധിച്ച് 12കാരൻ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് 257 പേരുടെ സമ്പർക്ക പട്ടികയാണ് ചൊവ്വാഴ്ച രാത്രി പുറത്തിറക്കിയത്. ഇതിൽ കോഴിക്കോടിന് പുറമെ 3 അയൽ ജില്ലകളിൽ നിന്നുള്ളവരും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വയനാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ളവരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 8 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വയനാട്ടിൽ 4ഉം കണ്ണൂരിൽ 3 പേരും പട്ടികയിലുണ്ട്. സമ്പർക്ക പട്ടിക വിപുലമാകുമ്പോഴും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ പരിശോധിച്ച 20 സാമ്പിളുകൾ നെഗറ്റീവാണ്. പൂനെ NIVയിലേക്ക് അയച്ച 5 സാമ്പിളുകൾ അതിൻ്റെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. ഇവിടെ പരിശോധിച്ച 15 സാമ്പിളുകൾ എന്ന് പറയുമ്പോൾ 15 വ്യക്തികളുടെ 5 പേരുടെ അവിടെ നെഗറ്റീവ് എന്നുള്ള പരിശോധനാ ഫലം വന്നു. ഇവിടെ 15 പേരുടെ നെഗറ്റീവാണ് എന്നുള്ള പരിശോധനാ ഫലം വന്നു. അപ്പോൾ ഇതോടെ നമ്മൾ ഇതിനോടകം 30 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ 30ഉം നെഗറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. സമ്പർക്കത്തിലുള്ള ആരുടെയും രോഗലക്ഷണങ്ങൾ ഗുരുതരമല്ലെന്നും അതിനാൽ ഭീതിതമായ സാഹചര്യം ഇപ്പോഴില്ലെന്നും ഇന്നലെയും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. സമ്പർക്ക പട്ടികയിലുള്ള 141 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 51 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. ഒരു രാത്രി കൊണ്ട് ചികിത്സാ സൗകര്യം ഉണ്ടാക്കിയതായും എല്ലാ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ വലിയ ശ്രമം നടക്കുന്നുണ്ടെന്നും മൃഗങ്ങളുടെ രക്തസാമ്പിളുകളടക്കം പരിശോധിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം നിപ വാർഡിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. നിപയുടെ ഉറവിടം കണ്ടെത്താനുള്ള ഊർജിത ശ്രമമാണ് നടത്തുന്നത്. സംസ്ഥാന വ്യാപകമായി പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കും. ഇതിനായി കൺട്രോൾ റൂം തുറന്നതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ കോവിഡിനൊപ്പം നിപ പ്രതിരോധ നടപടികളും സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ആക്ഷൻ പ്ലാൻ സ്വീകരിച്ചതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി.